കാൽവരിനാഥ മിനിസ്ട്രിയുടെ മോർണിംഗ് വോയിസിലേക്ക് ആർദ്രമായ സ്വാഗതം. മുഴങ്ങിയ കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവർ ആട്ടിൻ കൊമ്പ് കൊണ്ട് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ പട്ടണമതിൽ വീഴും, ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയുടെ അങ്ങേ അറ്റത്ത് അവരെത്തിച്ചേർന്നു. മോശ മരുഭൂമിയിൽ അല്പം മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിൻ്റെ ദൂതന്മാർ അദ്ദേഹത്തെ അടക്കി. വീണ്ടും കനാൻ നാട്ടിൽ പ്രവേശിക്കുകയാണ്. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ പട്ടണമായ എരിഹോവിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. നാം ഈ അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ നിമിത്തം എരിഹോ അടച്ചുറപ്പിച്ച് എല്ലാ സൈന്യങ്ങളോടുകൂടെ അവരെ നേരിടുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ഇസ്രായേൽ ജനത്തിന് മേൽ കടന്നു വരുന്നു. യോശുവയിലൂടെ ദൈവം ഇസ്രായേലിനോട് കൽപ്പിക്കുകയാണ്: നിങ്ങൾ ആയുധങ്ങൾ എടുക്കരുത്, നിങ്ങൾ വാളുകൾ എടുക്കരുത്, നിങ്ങൾ യുദ്ധത്തിന് വേണ്ട പടക്കോപ്പുകൾ കൂട്ടരുത്. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടുന്നത്, നിങ്ങൾക്കൊരു വലിയ പട്ടണത്തെ നേരിടാൻ പോകുകയാണ്. വലിയ വീതിയുള്ള മതിലുകൾ തകരാൻ പോകുകയാണ്. ആ എരിഹോവിൻ്റെ മതിലുകൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ തകരാൻ പോകുകയാണ്. എരിഹോ നിങ്ങളുടെ മുമ്പിൽ നാമാവശേഷമായി തീരാൻ പോകുകയാണ്. പക്ഷേ നിങ്ങളൊന്നും ഒരായുധങ്ങളും ഉപയോഗിക്കരുത്. മറിച്ച് നിങ്ങൾ കാഹളം ഊതണം, നിങ്ങളുടെ ശബ്ദം അതിശക്തമായി ഊതണം. നിങ്ങൾ അത് ചെയ്യുമ്പോൾ എരിഹോ മതിൽ താഴെ വീഴും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതയാത്രയിൽ ഈ വചനം ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന സകല ജനത്തോടും പറയാം: നിങ്ങൾ പ്രതികരിക്കുവാൻ നിൽക്കരുത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പ്രതികരിക്കരുത്. നിങ്ങളെ പ്രയാസങ്ങൾ അനുഭവിപ്പിക്കുന്നവരോട്, നിങ്ങളെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നവരോട്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട്, നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട്, നിങ്ങളെ കരയിപ്പിക്കുന്നവരോട് നിങ്ങൾ പ്രതികരിക്കരുത്. പ്രതികാരത്തിൻ്റെ ആയുധം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകരുത്. നിങ്ങളുടെ നാവിൽ പ്രതികാരത്തിൻ്റെ വാക്കുകൾ ഉണ്ടാകരുത്. മറിച്ച് നിങ്ങൾ ശബ്ദമുയർത്തണം. കർത്താവിൻ്റെ സന്നിധിയിൽ ശബ്ദമുയർത്തണം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ എത്രത്തോളം ശബ്ദമുയർത്തുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മുമ്പിലുള്ള എരിഹോ വീഴാനായിട്ട് പോകുക. നിങ്ങളുടെ മുമ്പിലുള്ള ശത്രു വീഴാനായിട്ട് പോകുക. നിങ്ങളുടെ പ്രതിസന്ധികൾ തകർന്നു വീഴാനായിട്ട് പോകുക. നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങൾ കാണാനായിട്ട് പോകുക. ഇസ്രായേൽ ജനം അതുപോലെ ചെയ്തു. 7 ദിവസം അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പോകുക. 7 ദിവസത്തെ അത്ഭുതം. 7 ദിവസം അവരുടെ ശബ്ദം ഉയർത്താൻ പോകുക. 7-ാമത്തെ ദിവസം അതിശക്തമായി കാഹളമൂതി ജനം ആർപ്പിട്ടപ്പോൾ എരിഹോ മതിൽ വീണു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, എരിഹോ മതിലിനും ഇസ്രായേലിനും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്, ഒരു വലിയ വിടവുണ്ട്. അവർ അങ്ങോട്ട് കടന്ന് എരിഹോ മതിലിനെ സ്പർശിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഈ ഇസ്രായേൽ ജനം ഇവിടെ ആർപ്പിട്ടപ്പോൾ അവിടെ എരിഹോ മതിലിനെ വീഴ്ത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ദൂതന്മാർ ആ എരിഹോ മതിൽ വീഴ്ത്തി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ദൈവമക്കളായ ഞാനും നിങ്ങളും നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ ഭവനത്തിനുള്ളിൽ, നമ്മുടെ മുറിയിൽ വാതിലടച്ച് ആരും കാണാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കി കരയുമ്പോൾ, ആർപ്പിടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ ശത്രുവിൻ്റെ നേരെ, നമ്മുടെ പ്രതിസന്ധികളുടെ നേരെ, നമ്മുടെ രോഗത്തിന് നേരെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നുവോ, എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ, ദൈവം അത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എത്രത്തോളം നിങ്ങൾ കരയുന്നുവോ അത്രത്തോളം നന്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മുട്ടുമടക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ, പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവഴിക്കാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ ലോകത്തിൽ പ്രാർത്ഥനയിലൂടെ നേടാൻ കഴിയാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ കഴിയാത്ത ഒരു രോഗസൗഖ്യവുമില്ല. പ്രാർത്ഥനയിലൂടെ സമ്പാദിക്കാൻ കഴിയാത്ത ഒരു നന്മയും ഇന്ന് ലോകത്തിലില്ല. മനസ്സ് മടിച്ചു പോകരുത്, ശരീരം തളർന്നു പോകരുത്. പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കാം. കർത്താവ് പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി സകലതും നൽകുന്ന ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി തടസ്സങ്ങളെ തകർത്ത് കളയുന്ന ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി സകലതും അനുകൂലമാക്കി നൽകുന്ന ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ശത്രുവിനെയും എതിരാളികളെയും എതിർപ്പിനെയും മാറ്റിത്തരുന്ന ദൈവമേ, വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേൽ, അവരുടെ ജീവിതത്തിന് മേൽ കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തടസ്സങ്ങളെ എവിടുന്ന് മാറ്റിത്തരണമേ, ഞങ്ങളുടെ കണ്ണുനീരിനെ മാറ്റിത്തരണം. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കുവാൻ ഞങ്ങളെ എവിടുന്ന് പഠിപ്പിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എത്രത്തോളം പ്രാർത്ഥിക്കുന്നു അത്രത്തോളം ശക്തിയുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ പ്രാർത്ഥനയിൽ സകല നന്മയും അനുഭവിച്ച് സകല പ്രതിസന്ധികളും നേരിട്ട് വിജയം നേടി
ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകരണമേ. ദൈവകൃപയിൽ ഞങ്ങളായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.